ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും മക്കളും സുഖമായിരിക്കണം. പിന്നെ രാവിലെ എണീറ്റ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുക്കളയ്ക്ക് വന്നിക്കണം. പിന്നെ മദ്രസ ഉള്ളൊരു ദിവസമാണ്, സ്കൂളുണ്ട് സാധാ പോലെ. അപ്പം അതിന് അപ്പം ചൂടാൻ വിചാരിക്കണം. അധികം അപ്പം തന്നെ ആയിരിക്കും. എന്തായാലും സാധാ കലക്കിപ്പാർന്ന അപ്പാട്ടോ. അപ്പം അതിന് ആദ്യം തന്നെ ചായക്കൊക്കെ വെള്ളം വെച്ചതിന് ശേഷം പിന്നെ അതിനെ പൊടി കേട്ടോ, പൊടി കൊണ്ട് പിന്നേക്ക് വെള്ളം പാർന്ന് അങ്ങനെ മിക്സാക്കിയിട്ടാണ് അപ്പം ചൂടാണ്. പൊടിയാണ് എടുത്തിക്കണത്. നല്ല പ്രതീക്ഷയോടുക്കനെ അപ്പം ചൂടാൻ വേണ്ടി നിൽക്കട്ടോ ഞാൻ. പിന്നെ അധികം ഞാൻ അപ്പം ചൂടുന്നതും റെഡിക്ക് ശരിയായി വരലുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം രാവിലത്തെ ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പം ശരിയായില്ല, ചട്ടിയിൽ നിന്ന് കിട്ടണ എന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ട് ഒരു കാര്യം ചെയ്യണ സമയത്ത് പിന്നെ നമുക്കത് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് രാവിലത്തെ അപ്പമൊന്നും ഞാൻ തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കാരണം അത്രയും പ്രതീക്ഷ കൊടുക്കനെ അപ്പം ചൂടാൻ വേണ്ടി നിന്നതാണ് ഞാൻ. കാരണം അങ്ങനെ എൻ്റെ റെഡി ആവാതിരിക്കലൊന്നുമില്ല. പിന്നെ എന്തെന്നറിയൂല, പൊടി കുഴപ്പമൊന്നുമില്ല, നല്ല പൊടി തന്നെയാണ്, പൊടിപ്പിച്ചതാണ്, അരി കഴുകി പൊടിപ്പിച്ചതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഇന്ന് അപ്പം ചുട്ട സമയത്ത് തീരെ ശരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എന്തായാലും ചായയൊക്കെ തിളച്ച് വന്ന് പിന്നെ ഞാൻ അപ്പം ചൂടാൻ വേണ്ടി നിൽക്കുക കേട്ടോ. പിന്നെ ഇസൂന് മദ്രസക്ക് പോകാൻ പിന്നെ ഒരുവിധം റെഡിയായി ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഷേപ്പും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും തിന്നാൻ പാകത്തിൽ അപ്പം കിട്ടി, ചോദിച്ചാൽ കിട്ടി. എന്തായാലും ഓനിക്ക് കൊടുക്കാൻ രാവിലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ചട്ടിയിൽ നിന്ന് കുറച്ചൊക്കെ ഒരുവിധം കിട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്ന് ചെറുതായിട്ടൊന്ന് വൈകിട്ടാണ് എണീച്ചിട്ടുണ്ടായിരുന്നത്. അലാറമൊക്കെ 5 മണിക്ക് ഞാൻ വെച്ചിട്ടാണ് കിടന്നത്. പക്ഷേ ഉറക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉറക്കം ചെറുതായിട്ട് കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ രാവിലെ കുറച്ച് വൈകിട്ടാണ് അതുകൊണ്ട് ഞാൻ നീച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അലാറം ഓഫാക്കിയിട്ട് കുറച്ച് നേരം കൂടി അങ്ങോട്ട് കിടന്നു. അതിനാൽ കുറച്ച് നേരം വൈകിട്ടാണ് ഞാനിപ്പം നീച്ചിട്ടുള്ളത്. ഇന്ന് ഞാൻ കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഇന്ന് ഞാൻ അപ്പം ചുടുക, ചായ, അത്ര മാത്രമേ ഉള്ളൂ രാവിലത്തെ ഒരു പരിപാടി. പിന്നെ ഞാൻ സ്കൂൾക്ക് ചിക്കന് മേടിച്ചതിൽ ബാക്കി കുറച്ച് പറഞ്ഞാൽ 4 കഷ്ണം ഉണ്ട്. അപ്പം അതന്നെ അതുകൊണ്ട് ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് മസാല ആക്കിയിട്ട് അത് വെക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം നെയ്ച്ചോറിൻ്റെ അരിയുണ്ട്, അപ്പം എന്നാൽ നെയ്ച്ചോറും വെക്കാൻ വിചാരിച്ചിട്ടാണ്. അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പം വേഗം ചൂടുന്നത്. പക്ഷേ നെയ്ച്ചോറ് വെക്കണം, ചെറുതായിട്ടൊരു ചിക്കൻ കറി വെക്കണം. ഇസൂന് സ്കൂൾക്ക് കൊണ്ടുപോകും വേണം, റൈസ് മാത്രം. പിന്നെ തൈര് എന്തെങ്കിലും ആക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയും വാട്ടിയത് ആക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടാണോ എനിക്ക്. ചിക്കനും കാര്യങ്ങളൊന്നും എൻ്റെ സ്കൂൾക്ക് പറ്റൂല. അങ്ങനെ ചട്ടിയിൽ നിന്ന് അപ്പം എടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഒരു വിധത്തിലും അപ്പം കിട്ടണ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് നല്ല ദേഷ്യം വന്നിരുന്നു. കാരണം ഒരു കാരണമില്ലാതെ അപ്പം കേടുവരിക എന്നറിയുമ്പോഴേ പിന്നെ അല്ലെങ്കിൽ വെള്ളം അധികം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കുക. പക്ഷേ ഞാൻ അധികമൊന്നും ആയിട്ടില്ല, സാധാ ഒരു തന്നെയാണ്. പിന്നെ ഞാൻ ചട്ടി കഴുകിയിട്ടൊന്ന് വെച്ച് നോക്കി. പിന്നെ എന്നിട്ടും അപ്പം ശരിക്ക് റെഡിയായി വന്നില്ല. എന്തായാലും ഞാൻ ഒരുവിധം നേരം വെളുക്കുന്ന സമയത്ത് ഇസൂന് പോകാനായപ്പോൾ മദ്രസക്ക് പോകാനുള്ളത് ആയി. അപ്പം ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ ഭയങ്കര വിശപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം സാധാ കഴിക്കുന്ന സമയത്ത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ പെട്ടെന്നൊരു വിശപ്പ് വരും. അതെല്ലാവർക്കും ഉണ്ടാവണതാണ്. എന്തായാലും പിന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അങ്ങനെ ഞാൻ രാവിലത്തെ അങ്ങനെ അതിൽ കൂടിയൻ. എനിക്കൊക്കെ രാവിലെ എണീക്കുമ്പോൾ കട്ടൻ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. രാവിലെ മാത്രം പിന്നെ കട്ടൻ ചായ, പിന്നെന്താ പാൽ
പൊടിയോ അല്ലെങ്കിൽ പാലോ ഇട്ട ചായ എനിക്ക് നേരം വെളുത്ത സമയത്ത് കുടിക്കണ ഇഷ്ടമല്ല. പിന്നെ ഇപ്പോൾ മക്കൾക്കാണെന്നുണ്ടെങ്കിലും ഞാൻ അധികം പിന്നെ കട്ടൻ ചായ കൊടുക്കുക. ഒരു 4 മണി സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പാൽ ചായ കൊടുക്കും. അതെന്താണെന്ന് വെച്ചാൽ ചൂടുള്ള കട്ടൻ ചായ നേരം വെളുക്കുമ്പോൾ കുടിക്കുന്നത് ഭയങ്കര ഒരു എനർജിയാണ്. ഞാൻ അപ്പമൊക്കെ മല്ലിക്കെട്ടി വീണ്ടും ഞാൻ ഓരോന്നോരോന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും വേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനുള്ളൂ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരുവിധം കിട്ടുമോയെന്നൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ എന്തായാലും ചൂടുന്നില്ല വിചാരിച്ചിട്ടാണ്. ഇത്ര റിസ്ക് എടുത്ത് നമ്മളെ സമയം നല്ല പോകുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഇസോനുള്ളത് ഒരുവിധമായ സമയത്ത് തന്നെ ഓനിക്കുള്ള അപ്പം ചായക്ക് തന്നെ റെഡിയാക്കി ഓനിക്ക് കൊടുത്തു. പിന്നെ മദ്രസ്ക്കും പോയിട്ടില്ല, കാരണം സമയമായിട്ടില്ല. 7:45 ഓനിക്ക് മദ്രസ്. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്കൊരു ചായ എടുത്തിട്ട് ഞാൻ ചായ സമാധാനത്തോടുക്കനെ കുടിക്കുക കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ സമാധാനത്തോടുക്കനെ എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിനിപ്പോൾ എന്തായിക്കോട്ടെ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഞാൻ ഒറ്റക്ക്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ കൂടുതൽ ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുക. എനിക്ക് ഞാൻ എങ്ങനെയാണോ അതേപോലെ പതുക്കെ ആസ്വദിച്ചിട്ട് അങ്ങനെയുള്ളൂ ഞാൻ കഴിക്കുക. അല്ലാതെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ നോക്കിയിരുന്നാൽ ചിലപ്പോൾ ആ ഭക്ഷണം എനിക്ക് കഴിക്കാൻ കഴിയൂല. എനിക്ക് അങ്ങനെയൊക്കെ ചെറിയ ഓരോ ശീലങ്ങളുണ്ട്. എന്തായാലും ഇസൊക്കെ മദ്രസ്ക്ക് പോയതിന് ശേഷം ഞാൻ വീണ്ടും അടുക്കളയിൽ വന്ന് പിന്നെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ വെട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഹെസമോളാണെന്നുണ്ടെങ്കിൽ നീച്ചിട്ടൊന്നുമില്ല, ഓള് നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഓള് ഈയിടെയായിട്ട് ഓള് ചെറുതായിട്ട് ഒരു 8:45 ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുള്ളൂ ഇപ്പം 2 ദിവസമായിട്ട് എണീക്കണത്. ഇസു മദ്രസ് വിട്ട് വന്ന ശേഷം ഓൾ എണീക്കണത്. എന്താണെന്ന് വെച്ചാൽ ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും പകല് കുറച്ച് വൈകിട്ടാണ് ഓൾ എണീക്കണത്. പിന്നെ അപ്പോൾ രാവിലത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ പിന്നെ ഇസുവിനെ സ്കൂൾക്ക് പറഞ്ഞയച്ചതിന് ശേഷമുള്ളൂ ഓൾക്ക് കൊടുക്കാൻ കഴിയണത്. കാരണം ഓൾ ഏകദേശം ഒരു 7 മണിക്കാണ് എണീക്കണമെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് തന്നെ കൊടുത്ത് കഴിയും. പക്ഷെ ഇത് ഒരു 9 മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇസു പോണ സമയമാണ്. അപ്പോൾ ഓനെ ആക്കിയിട്ട് വന്നിട്ടുള്ളൂ ഓൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുക. ചിക്കന് പിന്നെ 2 ദിവസം മുന്നേ മേടിച്ച ചിക്കനിൽ ചെറിയ പാർട്സും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ നല്ലൊരു പീസും കാര്യങ്ങളും അതിൽ ചെറുതായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിയും തക്കാളിയും കുറച്ച് അധികം ഞാൻ എടുത്തുക്കണു. പിന്നെ എന്നാൽ അതിൻ്റെ പിന്നെ ആ ഒരു ഗ്രേവി എടുത്താലെങ്കിലും നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. നെയ്ച്ചോറും തൈരും ഒക്കെ പാടാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ തയ്യാറെടുത്ത് ഓരോ ജോലികളും ചെയ്തിരിക്കുക കേട്ടോ. പിന്നെ ഇപ്പം എന്നാൽ ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ ഇസുവിന് കൊണ്ടുപോവുകയും ചെയ്യുക, അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉച്ചക്കുള്ളൊരു ഭക്ഷണം ആകും ചെയ്യും. ദിവസം വേണ്ടേ മുന്നോട്ട് പോകുക. നമുക്കിപ്പോൾ ഒരു ദിവസം മാത്രം കഴിഞ്ഞു കൂടാൻ പറ്റില്ലല്ലോ. ദിവസം എന്തെങ്കിലുമായിട്ട് കൂട്ടാനും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഉള്ളതിനനുസരിച്ചിട്ട് നമുക്ക് വെക്കുക, അത്രേ ഉള്ളൂ. ഓരോരുത്തർ വീഡിയോ കാര്യങ്ങളും കാണുമ്പോൾ ചില ആൾക്കാർ എന്നോട് പറയലുണ്ട് പിന്നെ ഈ അടുക്കള വൃത്തിയും കാര്യങ്ങളും പിന്നെ അതേപോലെ ഇപ്പോൾ ഓരോ വ്ളോഗും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നല്ല നല്ല അടുക്കള വീട് ഒക്കെ ഉള്ള ആൾക്കാരാണല്ലോ അല്ലേ യൂട്യൂബും കാര്യങ്ങളും അധികം നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ എന്നോട് ചില ആൾക്കാർ പറയും ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ ഈ എന്തിനാ പിന്നെ വൃത്തിയും കാര്യങ്ങളും അതേപോലെ കുറച്ച് പഴയ വീടായിട്ടില്ലേ അപ്പോൾ എന്തിനാ ഈ ഒരു ഇങ്ങനെ വീഡിയോ എടുക്കണത് എന്നുള്ളത് പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ എത്രയോ ആൾക്കാർ ചെറിയ വീട്ടിൽ വെച്ചിട്ട് വീഡിയോ കാര്യങ്ങൾ എടുക്കണത് ഷെഡിൽ അങ്ങനെയൊക്കെ ഞാൻ വ്ളോഗും കാര്യങ്ങളും കാണുന്നതാട്ടോ. അപ്പോൾ അവർക്കൊക്കെ വീടില്ല, ഓല ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണോ ആ അവസ്ഥയിലാണ് ഓല് വീടും കാര്യങ്ങളും കാണിച്ച് അതേപോലെ ദിവസത്തെ വ്ളോഗും കാര്യങ്ങളും എടുക്കുന്നത്. അപ്പോൾ എനിക്കിത് ഒരു കുറവായിട്ട് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ അടുക്കളയോ അല്ലെങ്കിൽ റൂമോ അല്ലെങ്കിൽ വീടോ. കാരണം എനിക്കിതൊരിക്കലും ഒരു മോശമായിട്ട് എനിക്ക് തോന്നൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പിന്നെ വീടും കാര്യങ്ങളും
നമുക്ക് താമസിക്കാൻ വീട് വേണം, ഉള്ള വീട് നല്ല വൃത്തിയിൽ കൊണ്ടടക്കണം. നമ്മളെയും കൊണ്ട് പറ്റുന്ന സാഹചര്യം ഏതാണോ ആ സാഹചര്യത്തിൽ ജീവിക്കാൻ എനിക്ക് നല്ലോണം അറിയുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇല്ല, നമ്മളത് എന്താണോ അത് കാണുക, അല്ലെങ്കിൽ അത് എടുക്കുക. അല്ലാതെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടി വേറെ കാര്യങ്ങൾ ചെയ്യാനും ഒരുക്കാനും എന്നെയും കൊണ്ട് ഒരിക്കലും കഴിയൂല. നമ്മളെങ്ങനെയാണോ, നമ്മൾ എവിടെയാണോ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോ കാര്യങ്ങൾ എടുക്കുക, അത് വ്ളോഗാക്കുക, അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ വിചാരിക്കണത്. അല്ലാതെ ഞാൻ വീടിൻ്റെ കാര്യത്തിൽ എനിക്കൊരിക്കലും ഇത് കാണിക്കണത് മോശമാണ്, കുറവായിട്ട് ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നൂല. പിന്നെ എനിക്ക് നല്ലൊരു ആഗ്രഹമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നല്ലൊരു വീടിന് ആഗ്രഹമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വലിയ വീട് എന്നല്ല, ഒരടുക്കള, അതേപോലെ ഒരു റൂം, പിന്നെ അതേപോലെ ഒരു ബാത്റൂം, ഇത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാം. നമുക്ക് വീട് വലുതായിട്ടൊന്നും കാര്യമല്ല, വീട്ടിൽ മനസ്സമാധാനം സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഓരോ നിമിഷവും ജീവിച്ചു പോകാനുള്ള മനസ്സമാധാനം ആ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു സ്വർഗ്ഗാക്കാരം, അല്ലാത്തത് നരകമായിരിക്കും. അപ്പോൾ വീട്ടിലൊന്നും കാര്യമല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു വീടിന് ആഗ്രഹമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കും മക്കൾക്കും ഒക്കെ ഒരുമിച്ചൊരു വീട്ടിൽ നിൽക്കാൻ നല്ലൊരു ആഗ്രഹമുണ്ട് കേട്ടോ. നമ്മളിന്ന് ഒരിക്കലും ആരും പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാത്ത രീതിയിലൊരു വീട് വേണമെന്നുണ്ട്. അവനാനിക്ക് വെച്ചിട്ടൊരു വീട്, സ്ഥലമായിക്കോട്ടെ വീടായിക്കോട്ടെ, എനിക്ക് നല്ലൊരാഗ്രഹമുണ്ട്, എനിക്കത് വേണം എന്നുള്ളത്. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞാൽ നമ്മളവിടുന്ന് പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ പോരും ചെയ്യും, അതേപോലെ ഭർത്താവിൻ്റെ വീട്ടിൽ നമ്മൾ നിൽക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് സ്വന്തം എന്ന് പറയാനൊരു വീടുണ്ടാവില്ല. ഒക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇവിടുത്തെ നമ്മളെ വീട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. കാരണം നമുക്കത് ഓരോ പ്രവൃത്തിനും നമുക്കത് മനസ്സിലാക്കി തരും, ഇത് നമ്മളതല്ല എന്നുള്ളത്. നമ്മൾ ഓരോ നിമിഷവും നമ്മളത് മനസ്സിലാക്കി കഴിയും. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു വീട്, എനിക്ക് നല്ലൊരാഗ്രഹമുണ്ട് കേട്ടോ. എന്താണ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ദിവസം അങ്ങനെ പോകുകയെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലൊരാഗ്രഹമുള്ളൊരു കാര്യമാണ് സ്വന്തമായിട്ടൊരു വീട്. എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടൊരു സ്വന്തമായിട്ടൊരു വീട്. അത് ചെറിയൊരു വീടാണെന്നുണ്ടെങ്കിലും നല്ലൊരു അടച്ചുറപ്പുള്ള നല്ലൊരു വീട്. നമ്മൾ ആരും ഇറക്കി വിടരുത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെതാണ്, ഇത് ബൈക്കോ അങ്ങനെ കേൾക്കരുത്. സ്വന്തമായിട്ട് നമുക്കൊരു വീട്, അത് ഏതൊരു പെണ്ണിനും അവകാശപ്പെട്ടതാട്ടോ. നമ്മളെ വാപ്പ നമുക്ക് കുറച്ച് ഇന്നത്തെ കാലത്ത് ഗോൾഡും കാര്യങ്ങളൊക്കെ ആരും കൊടുക്കണില്ല. കൂടുതലായിട്ട് വിദ്യാഭ്യാസം, അതേപോലെ തന്നെ അല്ലെങ്കിൽ പെൺകുട്ടികളെ കെട്ടിച്ച് വിടുമ്പോൾ ഓൽക്കൊരു സ്ഥലമോ വീടൊക്കെ കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇന്നത്തെ കാലത്ത് കെട്ടിച്ച് വിടുമ്പോൾ സ്വർണ്ണമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കരുത്. കാരണം ഓർക്കുള്ള വിദ്യാഭ്യാസം കൊടുക്കുക വേണ്ടത്. പെൺകുട്ടികളെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് പോരും ചെയ്യും, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കഴിയായിരിക്കും. പക്ഷേ സ്വന്തമായിട്ടൊരു വീട് വേണം. എപ്പോഴും നമ്മൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കണ പോലെ ആയിരിക്കും പെൺകുട്ടികളുടെ ജീവിതം. എവിടെയോ ശാശ്വതമായിട്ടുള്ളൊരു നിലനിൽപ്പ് ഉണ്ടാക്കില്ല. അപ്പോൾ സ്വന്തം കാലിൽ നമുക്കൊരു നിൽക്കും വേണം. അതേപോലെ തന്നെ പിന്നെ സ്വന്തമായിട്ടൊരു വീട്, അത് ഏതൊരു പെൺകുട്ടിൻ്റെയും ആഗ്രഹമായിരിക്കും. അപ്പോൾ വീടിൻ്റെ കാര്യം അങ്ങനെയൊക്കെ കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മളോട് താരതമ്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതൊരു കുറവായിട്ട് ഒരിക്കലും തോന്നൂല. അവർക്ക് അവരുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള വീടും പരിസരവും അടുക്കളയും കാര്യങ്ങളും അവർക്കുണ്ട്. ഓല നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളും ഇടും. അത് ഓല എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും വീഡിയോസും കാര്യങ്ങളും ഇടുന്നത്. നമ്മൾ എവിടെയാണോ അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോ ആയിരിക്കും നമുക്കിടാൻ പറ്റുക. അതുകൊണ്ടൊന്നും ഒരിക്കലും പിന്നെ ഇതൊരു മോശമായിട്ടോ അല്ലെങ്കിൽ പരിസരവും കാര്യങ്ങളും വീടോ ഒന്നും എനിക്കൊരു കുറവായിട്ട് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വ്ളോഗും കാര്യങ്ങളും കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നലുമില്ല. നമ്മളെ വീടിനേക്കാൾ എത്രയേ താന്ന വീട്ടിൽ നിന്നിട്ട് വീഡിയോസും കാര്യങ്ങളും ഇടുന്ന ആൾക്കാരുണ്ട്. ഓലക്കോല് എങ്ങനെയാണോ അപ്പോഴത്തെ അവസ്ഥ, ആ അവസ്ഥ വെച്ചിട്ടാണ് ഓല് വീഡിയോ കാര്യങ്ങളും ഇടുന്നത്. അപ്പോൾ എന്തായാലും സംസാരിച്ച് പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇനി നമുക്ക് ഭക്ഷണത്തിൻ്റെ നേരത്തേക്ക് വരാം. അങ്ങനെയാണ് ചിക്കനും കാര്യങ്ങളും പിന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ വെട്ടി നല്ല പിന്നെ ഇസൂന്
കൂട്ടാനും ഇത് വേണ്ടോ കൊണ്ടുപോകാൻ. പിന്നെ നെയ്ച്ചോറും കാര്യങ്ങളും ഇപ്പോഴത്തെ അടുപ്പിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഉള്ളി തക്കാളിയൊക്കെ വാട്ടി നല്ലോണം പേസ്റ്റ് ചെറിയൊരു അരവും കാര്യങ്ങളും ആണ് വിധത്തിൽ. എന്നാൽ നല്ല എരിവും എനിക്ക് പറ്റൂല. പിന്നെ അങ്ങനെ രീതിയിലാക്കിയിട്ട് മാറ്റിക്കണു. ഓനിക്കതിൽ നിന്ന് കുറച്ച് എടുത്തതിന് ശേഷം കേട്ടോ ഞാനിനി പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് കറി വെക്കണത്. ഇസൂൻ്റെ സ്കൂൾക്ക് പിന്നെ ചിക്കനും മീനും ബീഫും ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ പിന്നെ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും പിന്നെ വീട്ടിലുള്ള കൂട്ടാനും കാര്യങ്ങളും ഒന്നും ആക്കി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം നമ്മൾ സെപ്പറേറ്റ് വീണ്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചിനുള്ള കൂട്ടാനും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഇപ്പം അധികം സ്കൂളിലും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവന് പഠിക്കുന്ന സ്കൂളിൽ മാത്രമല്ല, ഏകദേശം ഒരുവിധ സ്കൂളിലൊക്കെ എന്താണ് ചിക്കനും മീനും ഒന്നും പറ്റൂല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവനക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഉണ്ടാക്കാനും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് മക്കൾക്ക് നല്ലത്. അങ്ങനെ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ ആയി വന്നിരിക്കണം കേട്ടോ. റൈസ് പിന്നെ അതിന് പിന്നെ ഒന്നും വെളിച്ചെണ്ണ ഉപ്പ് അത്ര തന്നെ ഉള്ളൂ. പിന്നെ വേറൊന്നും ക്യാരറ്റോ ഉള്ളിയോ ഒന്നും ഇടാനൊന്നും പിന്നെ നിന്നിട്ടില്ല. പിന്നെ മറ്റേ അടുപ്പിൽ ഞാൻ ചിക്കനും കാര്യങ്ങളൊക്കെ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസോനുള്ള എന്താണ് പിന്നെ കൂട്ടാനും കാര്യങ്ങളൊക്കെ അഥവാ ഉള്ളി വാട്ടി കുറച്ച് ഭാഗം ഞാൻ ഇന്ന് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം കേട്ടോ പിന്നെ ഞാൻ അതിക്ക് ചിക്കനും കാര്യങ്ങളൊക്കെ ഇട്ട് വെള്ളം പാർന്ന് പിന്നെ ഞാൻ പിന്നെ അടച്ചു വെക്കുകയാണ്. അങ്ങനെ ഞാൻ ചോറും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. പിന്നെ പാകത്തെ വേവ് തന്നെയാണ് ആയിട്ടുള്ളത്. കുക്കറിലാണ് വെക്കണത് വിചാരിച്ചിട്ട് പിന്നെ എന്താണ് പിന്നെ അധികം വെന്ത് കലങ്ങും കാര്യങ്ങളൊന്നുമില്ല. നെയ്ച്ചോറ് നല്ല രീതിയിൽ തന്നെ കിട്ടും. പിന്നെ എന്നാൽ ഇപ്രാവശ്യം ഞാൻ വെച്ച സമയത്ത് ചെറുതായിട്ട് ഒരു കുറച്ച് വേവ് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും എന്നാൽ നല്ല എനിക്കത് കുഴപ്പമൊന്നുമില്ല. ഇനി അതിൻ്റെ ആവിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും കൂടി അത് ശരിയായി വരും. അങ്ങനെ ഇസുമോളി ഈ ഒരു സമയത്താട്ടോ എണീച്ചിട്ടുണ്ടായിരുന്നത്. ഇസു മദ്രസ് വിട്ട് വന്ന സമയത്ത്. അപ്പോൾ ഓൾക്ക് എണീറ്റ സമയത്ത് തന്നെ അപ്പം ഒക്കെ വേണം പറഞ്ഞു. ഞാനപ്പോൾ എന്ത് കാട്ടി പിന്നെ കൊടുക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇസുമോളെ കയ്യിൽ തന്നെ പ്ലേറ്റ് കൊടുത്തിക്കുകയാണ് ഓളോട് തന്നെ കഴിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഒരുവിധം എന്താണ് ഓളെന്നെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ ഇസുവിനെയൊക്കെ ആക്കി വന്നതിന് ശേഷം ഇസുമോള് നല്ല കളിയിലാണ്. പിന്നെ അപ്പോൾ ഞാൻ വേഗം പണികളൊക്കെ ഒരുവിധം ഒരുങ്ങി ഞാൻ വേഗം പോയിട്ട് കുളിച്ചു. അതേപോലെ തന്നെ ഇസുമോളെ മുടിയൊക്കെ ഒതുക്കി കെട്ടിക്കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇത്രയും നേരമായിട്ട് ഭക്ഷണമോ കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഒരു ചായമ്മ കേട്ടോ ഇത്രയും നേരമായിട്ട് ഞാൻ നിന്നിരുന്നത്. ഞാൻ അങ്ങനെ പെട്ടെന്ന് പോയിട്ട് എന്താണ് ലേശം ചോറെടുത്ത് വേഗം തിന്നാണ് ചെയ്തത്. ഹെസമോളെ തലയിൽ ഞാൻ അഥവാ മുടിയിൽ പിന്നെ ഞാൻ അധികം എണ്ണയും കാര്യങ്ങളൊന്നും തേക്കാത്തതുകൊണ്ട് തന്നെ മുടി ഒരു ഒതുങ്ങി കിട്ടൂല. ഏകദേശം സമയം ഒരു 10:45 തന്നെ എൻ്റെ ഒരുവിധം ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ ഞാൻ ഈ ചോറും ഒക്കെ ഞാൻ ഫസ്റ്റ് ഞാനാണ് തിന്നത്. കാരണം നല്ല വിശപ്പെട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ. കാരണം കൂടുതൽ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. രാവിലെ തൊട്ട് ഒരു 11 മണി വരെയുള്ള ഒരു വീഡിയോ ഉള്ളൂ കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട്. വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.